മധ്യ കേരളത്തിൽ ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു വാർത്ത അവിടെ UDF-ന് കനത്ത തിരിച്ചടി ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. കാരണം കടമക്കുടി ഡിവിഷനിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. അത് ചെറിയ ക്ഷീണമൊന്നുമല്ല UDF-നെ സംബന്ധിച്ചുള്ളത്. മധ്യ കേരളത്തിലെ മറ്റ് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്താണ് ആര്യ? തീർച്ചയായിട്ടും അജി, വലിയൊരു പോരാട്ടം നടക്കേണ്ട കടമക്കുടിയിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെയും 2 UDF സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയിട്ടുണ്ട്. കടമക്കുടി ഡിവിഷനിൽ നോക്കുമ്പോൾ LC ജോർജിന്റെ UDF സ്ഥാനാർത്ഥിയായ LC ജോർജിന്റെ പത്രികയാണ് തള്ളിയത്. LCയെ പിന്തുണച്ചിരിക്കുന്ന വോട്ടർ ഡിവിഷനിൽ ഉൾപ്പെട്ടതല്ല എന്നുള്ളൊരു കാരണത്താലാണ് ഈ ഒരു പത്രിക തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇതിനെതിരെ ഇപ്പോൾ DCC പ്രസിഡന്റും പ്രതികരണവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഡമ്മി സ്ഥാനാർത്ഥി ഇല്ല എന്നൊരു ആശങ്ക സൃഷ്ടിക്കുകയാണ്. ഇത്രയും വലിയൊരു പോരാട്ടം നടക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയായിട്ട് കടമക്കുടി മാറിയിരിക്കുന്നത്. ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെ 2 സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പത്രിക തള്ളിയിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥികളുടെയാണ്. 1ാം ഡിവിഷനിലെയും 11ാം ഡിവിഷനിലെയും സ്ഥാനാർത്ഥികളുടെ പത്രികയാണ് തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായത്. 1ാം ഡിവിഷനിലെ സെറീന ഷാജി ഖാദി ബോർഡിലെ അംഗമാണ്, ജീവനക്കാരിയാണ് എന്നുള്ള കാരണത്താലാണ് ഇപ്പോൾ പത്രിക തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായത്. പൊതുമേഖലാ ജീവനക്കാർക്ക് മത്സരിക്കാൻ പാടില്ല എന്നുള്ളൊരു ചട്ടം നിലനിൽക്കുകയാണ്. ഖാദി ബോർഡിലെ ജീവനക്കാരിയാണ് എന്നുള്ളൊരു മറച്ചു വെച്ചുകൊണ്ട് പത്രിക നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 11ാം വാർഡിലേക്ക് പോകുമ്പോൾ അവിടെ വാരാപ്പുഴയിലെ ജോൺസൺ പുലത്തിന്റെ പത്രികയാണ് തള്ളിയിരിക്കുന്നത്. അദ്ദേഹം 2 വർഷം ശിക്ഷ അനുഭവിച്ചിരിക്കുന്ന ഒരു കേസിൽ എന്നുള്ള ഒരു കാരണം മറച്ചു വെച്ചുകൊണ്ട് പത്രിക സമർപ്പിച്ചതിലാണ് ഇപ്പോൾ ഈ ഒരു പത്രിക തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുപോലെ തൃക്കാക്കര നഗരസഭയിലെ 12ാം ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി KK സന്തോഷിന്റെയും പത്രിക തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഡമ്മി സ്ഥാനാർത്ഥിയായിട്ട് അവിടെ പ്രസാദ് മത്സരിക്കും. എന്നാൽ തൃശൂരിലേക്ക് പോകുമ്പോൾ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളുന്നു. ജാതി തെളിയിക്കുന്ന രേഖ അവിടെ സമർപ്പിക്കാത്തതാണ് അതിന് കാരണമായിട്ടുള്ളത്. കോട്ടയത്തേക്ക് വരുമ്പോഴാണെങ്കിൽ പാമ്പാടി പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയും തള്ളി. 9ാം വാർഡിൽ മത്സരിക്കുന്ന രമണി മത്തായുടെ പത്രികയാണ് തള്ളിയിരിക്കുന്നത്. മുമ്പ് മത്സരിച്ച കണക്കുകൾ പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിനൊരു കാരണം. ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ അവിടെയും BJP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വരവ് ചെലവ് കണക്ക് നൽകാത്തതിനാലാണ് ഈ ഒരു പത്രിക തള്ളിയിരിക്കുന്നത്. ഇടുക്കിയിൽ ഉടുമ്പൻചോല മണ്ഡലത്തിൽ ശരി ആര്യ, സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഏതായാലും മധ്യ കേരളവും ഉറ്റുനോക്കുന്ന പല മണ്ഡലങ്ങളുണ്ട്, പല ഡിവിഷനുകളുണ്ട്. കൊച്ചിൻ കോർപ്പറേഷനിലുമൊക്കെ ശക്തമായ പോരാട്ടം ഇത്തവണ നടക്കും.